Hello, welcome to EMF Learning App. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ ജൂൺ 30-ാം തീയതി നടന്ന അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD എന്ന പോസ്റ്റിലേക്ക് PSC നടത്തിയ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. പാർട്ട് 3 ആണ്. ഇന്ന് നമ്മൾ ഈ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത് നെറ്റ്വർക്ക്സ്, ഇലക്ട്രോമാഗ്നറ്റിസം, പവർ സിസ്റ്റം, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം 4 സബ്ജക്ട്സിന്റെ അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ EMF ലേണിംഗ് ആപ്പ് വഴി നമ്മൾ ഡിസ്കസ് ചെയ്തു, ഏതൊക്കെ ക്വസ്റ്റ്യൻസിന്റെ കൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു എന്നുള്ളത് നമ്മൾ ഇതിൽ കൃത്യമായിട്ട് പറയുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A DC voltage of 40 volt is applied across series connected resistors 4 ohm and 3 ohm. Find the current through 2 ohm resistance if it is connected across 4 ohm resistor. ഇവിടെ DC സർക്യൂട്ടിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൽ റെസിസ്റ്റൻസിന്റെ കോമ്പിനേഷൻസ് അറിഞ്ഞിരിക്കണം, ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കണം, സീരീസും പാരലും. അത് നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ബ്രാഞ്ച് ഡിവിഷൻ പ്രിൻസിപ്പിൾ, കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ഓരോ ബ്രാഞ്ചിലൂടെയുള്ള കറണ്ടിന്റെ ഇക്വേഷൻ, ബ്രാഞ്ച് ഡിവിഷൻ മെത്തേഡ്, അത് നമ്മൾ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അത് ഈ 2 കൺസെപ്റ്റുകളാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതില് 2 റെസിസ്റ്റേഴ്സ് 4 ഓമും 3 ഓമും സീരീസ് ആണ്. പിന്നെ 4 ഓമിന് അക്രോസ് ഒരു 2 ഓമും കൂടെ ഉണ്ട്. ഇത് ഇത്രയും കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു 40 വോൾട്ട് DC സപ്ലൈയിലാണ്. 40 വോൾട്ട് DC സപ്ലൈ. സോ ദിസ് ഈസ് 40. ഇത് വരുന്നത് 4 ഓം, ഇത് 3 ഓം, സോറി, ഇത് 4 ഓം, ഇത് 3 ഓം ആൻഡ് ദിസ് ഈസ് 2 ഓം. അപ്പൊ ഇവിടെ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം ഇവിടെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. R ഇക്വലന്റ് 4ഉം 2ഉം പാരലൽ ആണ്. സോ 8/6 ആണ് അവിടുത്തെ കോമ്പിനേഷൻ. അത് സീരീസ് വിത്ത് 3 ആണ്. സോ +3. സോ ഇത് ചെയ്യുമ്പോൾ 8 + 18/6 എന്ന് വരും. സോ 26/6 എന്ന് വരും. സോ 26/6നെ എനിക്ക് 13/3 എന്ന് എഴുതാം. 13/3 ഓംസ് ആണ് ഇക്വലന്റ് റെസിസ്റ്റൻസ്. അപ്പൊ കറണ്ട്, ടോട്ടൽ കറണ്ട് ഇനി കണ്ടുപിടിക്കാം. വോൾട്ടേജിന് റെസിസ്റ്റൻസും ഡിവൈഡ് ചെയ്യുക. 13/3. അപ്പൊ ഇത് ചെയ്യുമ്പോൾ 40 × 3/13 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 120/30. 120/13 ആംസ് എന്ന് കിട്ടും. അപ്പം ഇനി ബ്രാഞ്ച് ഡിവിഷൻ പ്രിൻസിപ്പിൾ വഴി 2 ഓമിലൂടെയുള്ള കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? കറണ്ട് ഇൻറ്റു ദ മെയിൻ കറണ്ട് I ഇൻറ്റു ദ അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് 4 ഓം ഡിവൈഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റൻസ്. അപ്പം കറണ്ട് ത്രൂ 2 ഓം എന്ന് പറയുന്നത് മെയിൻ കറണ്ട് എന്ന് പറയുന്ന 120 ഡിവൈഡഡ് ബൈ 13 ഇൻറ്റു ദ അതർ 4 ഡിവൈഡഡ് ബൈ 6 അപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേക്കും 120 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 13 ഇൻറ്റു 6. അപ്പം 20 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 13 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 80/13 എന്ന് വരും. 18/13 എന്ന് പറഞ്ഞാൽ 6.1 ആംസ് എന്ന് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. 6.1 ആംസ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പം നമ്മൾ ഇതിന്റെ കൺസെപ്റ്റ് വരുന്ന ക്ലാസ്സുകൾ നമ്മൾ നെറ്റ്വർക്സിനകത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പം കറക്റ്റായിട്ട് ഇത് പഠിച്ചവർക്ക് ഈ ക്വസ്റ്റ്യൻ കിട്ടും. Maximum power transfer from source to load when it's Thevenin equivalent resistance. Thevenin equivalent resistance ആണ് അതിന്റെ സോഴ്സ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് അല്ലെ? Thevenin equivalent resistance. So plus minus V Thevenin equivalent resistance R Thevenin
load resistance ഉണ്ടെങ്കിൽ suppose this is the load resistance which is represented by RL, then R Thevenin equal to RL ആയിരിക്കും. maximum power transfer condition R Thevenin equal to RL. So the option, ഇതും നമ്മൾ പല ആവർത്തി നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ് Thevenin ഈ maximum power transfer തിയറത്തിൽ. So it is equal to 3 resistors RAB, RBC and RC are connected in delta whose values are in the ratio 1:2:4. Then the ratio of its equivalent resistance in star. നമ്മൾ കൺവേർഷൻ സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ. ഇപ്പൊ ഡെൽറ്റയിലാണ് തന്നിരിക്കുന്നത്. ഡെൽറ്റയിലെ വാല്യൂ RAB, RBC, RCA. അങ്ങനെയാണെങ്കിൽ സ്റ്റാറിലെ വാല്യൂസ്, അപ്പൊ സ്റ്റാറിലെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ RAB into RBC, അല്ലെ, RA equal to RAB into RBC divided by RAB plus RBC plus RCA. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഇക്വേഷൻ. അപ്പൊ ഇവിടെ 1:2:4 റേഷ്യോയിലാണ് തന്നിരിക്കുന്നത് അല്ലെ. RAB ഈസ് ടു RBC ഈസ് ടു RCA എന്ന് പറയുന്നത് 1:2:4 റേഷ്യോയിലാണ്. സോ എനിക്ക് പറയാം അപ്പൊ RAB എന്ന് പറയുന്നത് R അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു R:2R:4R റേഷ്യോയിലായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ RA എങ്ങനെ കിട്ടും? RA ഈക്വൽ ടു R into 2R. R into 2R എടുത്തു കഴിഞ്ഞാൽ 2R² വരും. 2R² ഡിവൈഡ് ബൈ സം എന്ന് പറയുന്നത് 7R എന്ന് വരും. അപ്പം നമുക്ക് എത്ര കിട്ടും? 2R/7 എന്ന് കിട്ടും. ഇതുപോലെ RB കണ്ടുപിടിക്കാൻ നേരത്ത് അടുത്ത രണ്ട് കോമ്പിനേഷൻസ് എടുക്കാം. അപ്പം 4R into 2R 8R² എന്ന് കിട്ടും. 8R²/7R എന്ന് കിട്ടും. അപ്പം 7R എന്ന് കിട്ടുമ്പോൾ ദാറ്റ് ഈസ് 8R/7 എന്ന് കിട്ടും. 8R/7. ഇനി RC എടുക്കുമ്പോൾ എങ്ങനെ വരും? RC എടുക്കുമ്പോഴത്തേക്കും 4R² ഡിവൈഡഡ് ബൈ 7R എന്ന് വരും. അപ്പം ആറും പോയി 4R/7 എന്ന് വരും. അപ്പൊ 2R/7, 8R/7, 4R/7. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി അതിന്റെ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1:4. ആ ഒരൊറ്റ കോമ്പിനേഷനുള്ളൂ 2:1:4. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി റിയാക്റ്റീവ് പവർ ഓഫ് RLC സർക്യൂട്ട് കണക്റ്റഡ് ടു ആൻ AC സോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ. റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് അതിന്റെ ഫേസർ ഡയഗ്രം ഇതാണ്. ആക്റ്റീവ് പവർ, ഇൻഡക്റ്റീവ് റിയാക്റ്റീവ് പവർ. XL XC താഴോട്ട് വരും, ഇത് R. അപ്പൊ ടോട്ടൽ റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ XL minus XC ആണ്. XL minus XC. സോ ഡിഫറൻസ് ബിറ്റ്വീൻ എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് കപ്പാസിറ്റൻസിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസിന്റെയാണ്. അപ്പൊ XL minus XC ആണ്. സോ ഇത് നമ്മൾ കൺസെപ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. The resonant frequency of an RLC series circuit is if the values of parameters are half, then the resonant frequency. So resonant frequency F0 equation എന്ന് പറയുന്നത് F0 equal to 1/2π√LC ആണ്. √LC. If the values of the parameters half ആയാൽ 1/2π into √L/2 C/2. അപ്പം by4 ആവും അല്ലെ. by4 എന്ന് പറഞ്ഞാൽ റൂട്ടിന് വെളിയിൽ വരുമ്പം 1/2π/2 into √LC എന്നാവും. So that is equal to 1/π√LC. നേരത്തെ 1/2π√LC ആണ്, ഇപ്പൊ 1/π√LC. That means twice the frequency. ഇതും ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. If the amplitude of the voltage applied to 8 ohm and 6 ohm series circuit, അപ്പൊ 8 ohmന്റെയും 6 ohmന്റെയും റിയാക്റ്റൻസ് 6 ohm, ഇത് 8 ohm, that is connected across a circuit having the voltage magnitude, AC voltage ആണ് magnitude. AC voltage ആംപ്ലിറ്റ്യൂഡ് ആണ് തന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ട്രിക്കി ആണ്. ആംപ്ലിറ്റ്യൂഡ് ആണ് തന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഗിവൺ, VM ഈസ് ഗിവൺ ആസ് 150. സോ VRMS എന്ന് പറയുന്നത്
150 by root 2 ആണ്. 150 by root 2 ആണ്. So total impedance എന്ന് പറയുന്നത് ഇവിടുത്തെ total impedance root of 8 square plus 6 square. So that is equal to 10 എന്ന് കിട്ടും. അപ്പൊ കറണ്ട് എന്ന് പറയുന്നത് കറണ്ട് ഈക്വൽ ടു 150 by root 2 into 10 എന്ന് വരും. So that is equal to 10.6 ampere. 10.6 ampere ആണ് ആൻസർ. 10.6 ampere. Two coils A and B of the same material connected in parallel across the supply. Coil A has diameter and length double that of coil B. The heat produced by the coil A is dash that of coil B. അപ്പം ഇത് രണ്ട് കോയിലുണ്ട്, രണ്ട് കോയിലും പാരലി കണക്റ്റഡ് ആണ്. രണ്ട് കോയിലും പാരലി കണക്റ്റഡ് ആണ്, എയും ബിയും. എ രണ്ടിന്റെ മെറ്റീരിയൽ ഒന്നാണ്. കോയിൽ എ ഹാസ് ഡയമീറ്റർ ആൻഡ് ലെങ്ത് ഡബിൾ ദാറ്റ് ഓഫ് കോയിൽ ബി അല്ലേ. കോയിൽ എയുടെ ഡയമീറ്റർ, അപ്പൊ എയുടെ റെസിസ്റ്റൻസ് RA എന്ന് പറയുന്നത് റോ, ലെങ്ത് 2L ആണ്, ഏരിയ എന്ന് പറയുന്നത് ഡയമീറ്റർ എന്ന് പറയുന്നത് ഡബിൾ ആണ്. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ഡി സ്ക്വയർ ബൈ 2 ആണ്. അപ്പൊ പൈ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2D ആവും. സോ 4D സ്ക്വയർ ബൈ 2 അല്ലേ, 4D സ്ക്വയർ ബൈ 2. So that is equal to rho 2L by pi 2D square. So that is equal to rho L by pi D square എന്ന് കിട്ടും. RA. ഇനി RB നോക്കാം. RB എന്ന് പറയുന്നത് റോ L സ്ക്വയർ ബൈ പൈ D സ്ക്വയർ ബൈ 2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റോ 2L സ്ക്വയർ ബൈ പൈ D സ്ക്വയർ എന്ന് വരും. 2L സ്ക്വയർ റോ L അല്ലേ. സോ RB കൂടുതലാണ് അല്ലെ, RB എന്ന് പറയുന്ന കൂടുതൽ. സോ RB ഈസ് ഗ്രേറ്റർ ദാൻ RA എന്ന് കിട്ടി. പാരലൽ സർക്യൂട്ട് അപ്പം കറണ്ട് കൂടുതൽ പോകുന്ന എവിടെയായിരിക്കും? കറണ്ട് കൂടുതൽ പോകുന്ന RAയിലായിരിക്കും, കാരണം RAയുടെ റെസിസ്റ്റൻസ് കുറവാണ്. സോ IA വിൽ ബി ഗ്രേറ്റർ ദാൻ IB. അപ്പൊ I സ്ക്വയർ RT ആണ് ഹീറ്റിന്റെ ഇക്വേഷൻ. സോ എനർജിയുടെ ഇക്വേഷൻ. സോ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ക്വയർ ഓഫ് ദി കറണ്ട്. അപ്പൊ കറണ്ട് അത്രയും കൂടുതലായി, റെസിസ്റ്റൻസ് കറണ്ട് ഡബിൾ ആയിരിക്കും. ഡബിളിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ് അതിന്റെ ഹീറ്റ് എന്ന്. സോ I സ്ക്വയർ RT. അപ്പം നമുക്ക് പറയാം ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ കോയിൽ A ഈസ് ഗ്രേറ്റർ ദാൻ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ കോയിൽ B. സോ ഇറ്റ് ഈസ് മോർ ദാൻ. The power factor of RLC series circuit connected across 230 volt 50 Hz supply is 0.8. If the capacitor is removed from the circuit, then the power factor. അതായത് ഒരു RLC series circuit ആണ്, അതിൽ കപ്പാസിറ്റർ റിമൂവ്, അതിന്റെ ടോട്ടൽ പവർ ഫാക്ടർ 0.8 ആണ്. കപ്പാസിറ്റർ റിമൂവ് ചെയ്തപ്പോൾ 0.625. അങ്ങനെയാണെങ്കിൽ ഇൻഡക്ടർ റിമൂവ് ചെയ്യുമ്പം ഉള്ള പവർ ഫാക്ടർ എത്ര? അപ്പൊ ഇൻഡക്ടറും കൂടെ റിമൂവ് ചെയ്താൽ ഇത് പ്യൂർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ട് മാറും. റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് UPF ആണ്. നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം UPF ആണ്. അപ്പൊ ഇതിൽ UPF എന്നുള്ളത് ഇതിലൊന്നുമില്ല. സോ നൺ ഓഫ് ദീസ് ആണ് ആൻസർ. A 1 microfarad capacitor is charged to 400 volt. Find the value of voltage to which capacitor is discharged if 0.06 joule energy is removed from the capacitor. അപ്പം ഹാഫ് CV സ്ക്വയറിൽ യൂസ് ചെയ്ത് ഈ ഇക്വേഷന്റെ ഹാഫ് CV സ്ക്വയർ. അപ്പൊ C എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 400 സ്ക്വയർ. സോ so that is equal to 400 square 16 into 10⁻⁻6. From 16,000 into 10⁻⁻6 into by half. So that is equal to 80000 into 10⁻⁻6. ഇത്രയും ജൂൾസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്.
അതിൽ നിന്ന് 0.06, that is equal to 1, 2, 3, 4, 5, 0.08 ജൂൾ ആണ്. അതിൽ നിന്ന് 0.06 ജൂള് റിമൂവ് ചെയ്തു, 0.06 ജൂള് റിമൂവ് ചെയ്തു ഡിസ്ചാർജിൽ. അപ്പൊ ബാക്കിയുള്ളത് 0.02 ആണ്, 0.02 ജൂൾ. 0.02 വരുമ്പം ഹാഫ് ഇൻറ്റു സി ഇൻറ്റു വി സ്ക്വയർ. അതിലെ വി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സിയുടെ വാല്യൂ 0.1 മൈക്രോ ഫാരഡ് കൊടുക്കുമ്പം ജൂളിന്റെ വാല്യൂ 0.02 ജൂൾ കൊടുക്കുമ്പം you will get a value of V using the equation half CV square. ഈ ഇക്വേഷൻ നമ്മൾ ക്ലിയർലി പറഞ്ഞതാണ്. അപ്പൊ അതിൽ നിന്ന് വിയുടെ ഇക്വേഷൻ, വിയുടെ ആൻസർ 200 എന്ന് കിട്ടും. അതായത് മൊത്തം 0.08 ജൂൾ ആണ് ആ കപ്പാസിറ്ററിൽ ഉണ്ടായിരുന്ന മൊത്തം എനർജി. അതിൽ നിന്ന് 0.06 ഡിസ്ചാർജ് ചെയ്തു. 0.06 ഡിസ്ചാർജ് ചെയ്താൽ പിന്നെ ബാക്കിയുള്ള എനർജി എന്ന് പറഞ്ഞാൽ 0.02 ജൂൾ ആണ്. അത് ഹാഫ് സി ബി സ്ക്വയർ ഇക്വേഷൻ വെച്ച് ഇക്വേറ്റ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് വി ഈക്വൽ ടു 200 വോൾട്ട്. ദ ക്വാളിറ്റി ഫാക്ടർ ഓഫ് ആർ സി സീരീസ് സർക്യൂട്ട് ഈസ് ഡാഷ് ടു പവർ ഫാക്ടർ. അപ്പൊ പവർ ഫാക്ടറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോസ് പൈ ഈക്വൽ ടു ആർ ബൈ ഇസഡ്. ക്വാളിറ്റി ഫാക്ടറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്ന 1/ω0 RC, ω0 RC. So cos phi is directly proportional to R, but quality factor is inversely proportional to R. That means power factor is inversely proportional to quality factor. So inversely proportional. The magnetic susceptibility of a paramagnetic material. Paramagnetic material is smaller value but positive. Diamagnetic is negative. Smaller value is negative. Ferromagnetic is higher value. So it's less than 1 but positive. Self-inductance of coil A and coil B, LA and LB. So by keeping mutual inductance between the coils same, if the self-inductance of a K equation, coupling coefficient equation m by root of L1 L2, LA LB. If the self-inductance of coil B, the self-inductance of coil B is increased 4 times. If the self-inductance m by root of LA 4 LB out. So either become m by 2 into root of LA LB out. So നേരത്തെ ഉണ്ടായിരുന്നതിന്റെ half ഏ ഉള്ളൂ. So it is reduced by half. The two inductance coils A and B with the axis of one coil per. രണ്ട് coil ഉണ്ട്, parallel connected ആണ്, രണ്ടും ഇങ്ങനെ ഇരിക്കുകയാണ്. Perpendicular ആണെങ്കിൽ the net mutual inductance will be 0. Energy stored in an inductive coil. So E is equal to half Li square, half Li square. So it is directly proportional to square of the current. A coil has a time constant of 2 seconds. And inductance of, so L in the value 4 Henry, voltage 40 volt. What will be the rate of rise of current? Ampere per second. Di by dt ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം V equal to L into di by dt ആണ്. So L അപ്പം di by dt എന്ന് പറഞ്ഞാൽ V by L ആണ്. V by L. V by L എന്ന് പറഞ്ഞാൽ 40 divided by 4. So the answer is 10 ampere per second. Ratio of magnetization to magnetizing force, magnetic susceptibility. Potential inside a charged hollow sphere, same as that on the surface. Area of hysteresis loop, energy loss per cycle represents energy loss per cycle. Faraday's law, Lenz's law, Faraday's law is proportional to d phi by dt ആണ് അല്ലേ, n d phi by dt. അതിന് മൈനസ് സൈൻ കൊടുക്കുമ്പോഴാണ് ലെൻസസ് ലോ ആവുന്നത്. അപ്പൊ n into d phi by dt നമുക്ക് d psi എന്ന് എഴുതാം, ഫ്ലക്സ് ലിങ്കേജ്. സോ E equal to minus d psi by dt. The magnetic field required to reduce the residual magnetization to 0
is called coercivity. With available head of 1 meter to develop 1 HP power output from a hydroelectric power plant, the speed at which the turbine will rotate is called a specific speed. A moderator which is used in nuclear power plant to slow down the fast moving neutron should have low molecular weight. A conductor is composed of 7 identical copper strands, each having a radius of 2 centimeter. Radius 2 centimeter ആണ്. സെൽഫ് GMD. ഇപ്പൊ സെൽഫ് GMD എന്ന് പറയുന്നത് GMR അല്ലെ, GMR എന്ന് പറയുന്നത് 2.177 into R ആണ്. That much centimeter. So here you will get is 4.35 centimeter. A circuit breaker has interrupted the current at the instant when its value is 5 kiloampere with inductance 10 millihenry and capacitance 1 microfarad. What will be resistance value required for resistance switching process? ഇവിടെ R എന്ന് പറയുന്ന ഞാൻ ഈ ഇക്വേഷൻ കൃത്യമായിട്ട് പവർ സിസ്റ്റം ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഹാഫ് ഇൻറ്റു റൂട്ട് ഓഫ് L/C ആണ്. അപ്പം ഇതിൽ നിന്ന് എല്ലിന്റെയും സിയുടെയും വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് R 50 ഓം എന്ന് കൃത്യമായിട്ട് കിട്ടും. ഈ ഇക്വേഷൻ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻസ് ആണ്. പവർ സിസ്റ്റത്തിന്റെ ക്ലാസ് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ കൃത്യമായിട്ട് ഈ ഇക്വേഷൻ പറഞ്ഞതാണ്. റെസിസ്റ്റൻസ് സ്വിച്ചിങ് സർക്യൂട്ട് ബ്രേക്കർ പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. സോ ഇറ്റ് ഈസ് 50 ഓം. ഓവർ കറണ്ട് റിലേയുടെ കറണ്ട് റേറ്റിംഗ് 5 ആംപിയർ ആണ്. അത് 150%ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 5 ആംപിയറിന്റെ 150% എന്ന് പറഞ്ഞാൽ 7.5 ആംപിയർ ആണ്. അപ്പൊ വെച്ചിരിക്കുന്ന CT 200/5 ആണ്. Then the line current അപ്പൊ 7.5ലാണ് ട്രിപ്പ് ആവണം. അപ്പൊ 200 ആംപിയർ വന്നാൽ 5 ആംപിയർ. അപ്പൊ എത്ര ആംപിയർ വന്നാൽ 7.5 വരുമെന്നുള്ളതാണ്. അപ്പൊ 200 into 7.5 divided by 5 ചെയ്താൽ മതി. So the answer will be approximately 300 amps. 300 amps. Most appropriate way of mitigating problem of interference between power and communication line എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസിഷൻ ആണ്. ട്രാൻസ്പോസിഷൻ. What will be the nature of fault if a power system is subjected to a fault which makes zero sequence component 0? ഞാൻ ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സീറോ സീക്വൻസ് കമ്പോണന്റ് 0 എന്ന ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ലൈൻ ടു ലൈൻ ഫോൾട്ട്. Which of the following stability is increased with the use of high speed circuit breakers in power system? Transient stability ആണ്. Transmission line has 4 units of string insulator, so N equal to 4. Voltage across the bottom unit 45% ആണ്. What is the string efficiency? String efficiency എന്ന് പറഞ്ഞാൽ total voltage that we can take it as 100% into 4 into 45%. Answer നമുക്ക് 55.55% എന്ന് കിട്ടും. String efficiency. A single phase 2 conductor line separated at a distance of 1.5 meter apart with a radius of 2 centimeter each produce a self-inductance of. So it produces a self-inductance. ഇത് ഞാൻ ഇക്വേഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. L equal to loop inductance. Loop inductance എന്ന് പറഞ്ഞാൽ L equal to 1 plus 4ln d/r അല്ലേ. അതിൽ d equal to 1.5 and r equal to 2 centimeter. By 2 into 10 raised to minus 2 കൊടുക്കണം. So that much into 10 raised to minus 7 Henry per meter ആണ്. അപ്പൊ ഇവിടെ മില്ലി ഹെൻറി പെർ കിലോമീറ്റർ ആണ്. ഇത് ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്ക് 1.83 മില്ലി ഹെൻറി പെർ കിലോമീറ്റർ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 1.83 മില്ലി ഹെൻറി പെർ കിലോമീറ്റർ. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. ഇനി സിഗ്നൽസിലേക്ക് വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റം ഹാസ് മെമ്മറി? നമ്മൾ ക്ലാസ്സിൽ പ്രോബ്ലം ഒക്കെ ചെയ്തതാണ്. T-1 വരുന്നതുകൊണ്ട് ഇതാണ് മെമ്മറി ഉള്ള സിസ്റ്റം. ബാക്കിയെല്ലാം x(t) ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. Signal has 0 to 15 kilohertz is to be sampled to convert it to discrete form. അപ്പൊ അതിലുള്ള മാക്സിമം ഫ്രീക്വൻസി 15 kilohertz ആണ്. 15 kilohertz ആണ്. അപ്പൊ what is the minimum number of samples per second that must be taken to ensure? അപ്പൊ 15 kilohertz എന്ന് പറഞ്ഞാൽ 15 into 10 raised to 3 15,000 അല്ലേ. 15,000. അപ്പൊ അതിന്റെ 2 times എന്ന് പറഞ്ഞാൽ 30,000 സാമ്പിൾസ് അല്ലേ. സാമ്പിളിംഗ് ഫ്രീക്വൻസി ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 2 FM
Determine the fundamental period of the following signal. അപ്പോൾ fundamental period എന്ന് പറയുന്നത് omega by 2 pi. Omega by 2 pi and time period. So that is equal to ഇവിടുത്തെ omega 0.2 pi by omega equal 2 pi f. But t equal to 2 pi. T equal to time period 2 pi by omega ആണ്. So 2 pi by 0.2 pi. So pi 2 by 0.2 കിട്ടും. So that is equal to 10 എന്ന് കിട്ടും. So 10 is the fundamental frequency. System is described by gn x into x of n. അപ്പോൾ നോൺ ലീനിയർ അല്ല, ടൈം ഇൻവേരിയന്റ് അല്ല, പറയാൻ പറ്റില്ല, നോൺ കൗസലും അല്ല, പക്ഷേ വിച്ച് ഓഫ് ദ മെമ്മറി ലെസ് ആയിരിക്കും. സിസ്റ്റം ഈസ് മെമ്മറി ലെസ്. ചെക്ക് ദ കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദി ഫോളോയിങ് സിസ്റ്റം. കോസാലിറ്റി എന്ന് പറയുന്നത് ഇതാ നോക്കുക, എച്ച് ഓഫ് 1 equal to 0.5 raised to 1 തന്നെയാണ്. പക്ഷെ എച്ച് ഓഫ് -1 എന്നുള്ളത് എങ്ങനെ വരും? 0.5 raised to modulus of -1. So modulus of -1 is 0.5 raised to 1 now. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. സോ പ്രസന്റ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫ്യൂച്ചർ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. സോ അത് എന്തായാലും നോൺ കോസലാണ്. സ്റ്റെബിലിറ്റി ആണോ എന്ന് പറഞ്ഞാൽ 0.5 raised to n ആണ് അല്ലെ. ഇപ്പൊ ഇമ്പൾസ് റെസ്പോൺസിന്റെ സം ഓഫ് ഇമ്പൾസ് റെസ്പോൺസ് ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. സ്റ്റേബിൾ കണ്ടീഷൻ, ബിബോ സ്റ്റേബിൾ ആവണമെങ്കിൽ. അപ്പൊ 0.5 raised to modulus of n. അപ്പൊ n-ന് പോസിറ്റീവ് വാല്യൂസേ ഉള്ളൂ. സോ 0.5 raised to 1 പ്ലസ് 0.5 സ്ക്വയർ പ്ലസ് 0.5 raised to 3 പ്ലസ് എക്സെട്ര ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. ഇതൊരു ഡിമിനിഷിംഗ് സിഗ്നൽ ആണ്. So it is Bibo stable. A necessary and sufficient condition of Bibo stable discrete time LTA system. ഇത് ഞാൻ പറഞ്ഞതാണ്. Roots should lie within the unit circle അല്ലെ. Mod z should be less than 1 ആയിരിക്കണം. Mod z should be less than 1. So every root of its characteristic equation must be less than 1. The class-ൽ ഡിസ്കസ് ചെയ്തതാണ്. The system is linear if it is additive and homogeneous. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ലീനിയർ സിസ്റ്റം. Aliasing occurs. Sampling frequency greater than 2fx. ഇതാണ് സാമ്പിളിംഗ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ലെസ് ദാൻ 2fx ആയി കഴിഞ്ഞാൽ aliasing occur. A signal x of t equal to cos 3 pi t plus 2 cos 10 pi t is ideally sampled. അപ്പൊ ഇവിടെയുള്ള മാക്സിമം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 10 pi t. 10 pi എന്നുള്ളതാണ് 2 pi f. So that means 2f equal to 10 hertz ആണ്. സോ എഫ് ഈക്വൽ ടു FM ഈക്വൽ ടു 5 ഹെഡ്സ്. അപ്പൊ സിഗ്നലിനകത്തുള്ള ഏറ്റവും വലിയ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 5 ഹെഡ്സ് ആണ്. അപ്പൊ സാമ്പിളിംഗ് ഫ്രീക്വൻസി മിനിമം ഒരു 10 ഹെഡ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സാമ്പിളിംഗ് ടൈം പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത് 1/10 വിച്ച് ഈസ് ഈക്വൽ ടു 0.1. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. 0.1 സെക്കൻഡ്സ്. ആൻഡ് ആന്റി എലിയാസിംഗ് ഫിൽട്ടർ ഈസ് എ. ആന്റി എലിയാസിംഗ് ഫിൽട്ടർ എന്ന് പറയുന്നത് ഒരു ലോ പാസ് ഫിൽട്ടർ ആണ്. ആന്റി എലിയാസിംഗ് ഫിൽട്ടർ. ഇത്രയാണ് സിഗ്നൽസ്. അപ്പൊ സിഗ്നൽസിൽ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 90 നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇത് കോഡ് എയിലാണ്. ഈ ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഏലിയാസിംഗ് ഒക്കേഴ്സ് അതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സിസ്റ്റം, ലീനിയർ സിസ്റ്റം ഡിസ്കസ് ചെയ്തു. ഡിസ്ക്രീറ്റ് സിസ്റ്റത്തിന്റെ പോളിന്റെ ലൊക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ചെക്ക് ദ കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദി ഫോളോയിങ് സിസ്റ്റം. മെമ്മറിയിലെ സിസ്റ്റം എന്താണെന്നുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സാമ്പിളിംഗ് ഫ്രീക്വൻസി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതും സാമ്പിളിംഗ് ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ടുള്ളതാണ് മെമ്മറി ഉള്ള സിസ്റ്റം. അപ്പൊ സിഗ്നൽസിലെ 10 ക്വസ്റ്റ്യനിൽ 10 നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റുകളാണ്. അതിന്റെ കുറെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. പിന്നെ പവർ സിസ്റ്റത്തിൽ 50ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ഈ ഇക്വേഷൻ ഞാൻ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. 49 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. സ്ട്രിംഗ് എഫിഷ്യൻസി 48 ഇല്ല. പക്ഷെ 47 ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. അത് കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഫോൾട്ട് അനാലിസിസിൽ നമ്മൾ പറഞ്ഞതാണ്. ഡബിൾ ലൈൻ ടു ലൈൻ ഫോൾട്ടിൽ സീറോ സീക്വൻസ് കമ്പോണന്റ് ആബ്സെന്റ് ആണ്. 46 ഇല്ല. 45 നമ്മൾ ഓവർ കറന്റ് ട്രാൻസ്ഫോമറിന്റെ CT റേഷ്യോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇക്വേഷൻ പറഞ്ഞതാണ്. പ്ലഗ് സെറ്റിംഗ് മൾട്ടിപ്ലയർ ഒക്കെ പറഞ്ഞപ്പോൾ ഈ ഇക്വേഷൻ പറഞ്ഞതാണ്. ഇത് കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ R = ½ × √L/C.
ഇത് നമ്മൾ പറയാം GMR കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. പവർ സിസ്റ്റത്തിൽ നമ്മൾ പഠിപ്പിച്ച 1 ഇത് പഠിപ്പിച്ചു, 2 3 4 ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നമ്മുടെ 10ൽ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ നമ്മൾ ഫാരഡേസ് ലോ നമ്മൾ ഡിസ്കസ് ചെയ്തു. 1 ഈ ചാർജ്ഡ് ഹോളോസ്ഫിയർ നമ്മൾ പറഞ്ഞാണ്. 2 L = V = L × di/dt ഇക്വേഷൻ. 3 എനർജി സ്റ്റോർഡ്. 4 മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ. 5 കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗിന്റെ. 6 അങ്ങനെ 6 ക്വസ്റ്റ്യൻസ് നമ്മൾ മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ പറഞ്ഞാണ്. മാഗ്നറ്റിക് സർക്യൂട്ട്സിൽ 6 ക്വസ്റ്റ്യൻ. നെറ്റ്വർക്സിൽ ഓൾമോസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എല്ലാം ക്ലാസ്സിൽ നമ്മൾ എല്ലാത്തിൻ്റെയും കൺസെപ്റ്റ് പറഞ്ഞതാണ്, എല്ലാത്തിൻ്റെയും മെയിൻ ഇക്വേഷൻസും പറഞ്ഞതാണ്. അപ്പം നമ്മുടെ ഒരു അനാലിസിസ് എടുക്കുകയാണെങ്കിൽ ഈ 4 സബ്ജക്ട്സിൽ നമ്മൾ നെറ്റ്വർക്സിൽ 10ൽ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് എഴുതാൻ സാധിക്കും. കൃത്യമായിട്ട് പഠിച്ചാൽ എഴുതാൻ സാധിക്കും. മാഗ്നറ്റിക് സർക്യൂട്ട്സിലെ ഒരു ഓൾമോസ്റ്റ് 6 ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ സാധിക്കും. പവർ സിസ്റ്റത്തിലെ ഒരു 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ സാധിക്കും. സിഗ്നൽസിലെ ഒരു 10 ക്വസ്റ്റ്യൻസും തന്നെ നമുക്ക് ആൻസർ ചെയ്യാനായി. അപ്പോൾ ഇത്രയും കണ്ടന്റ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ ഔട്ട് ഓഫ് 40 14 or 20 10 30 ക്വസ്റ്റ്യൻസ്, 30 ഏകദേശം 75% ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ഈ 40ൽ 30 ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പ് വഴി ക്ലാസ് അറ്റൻഡ് ചെയ്തവർ കൃത്യമായിട്ട് കിട്ടാവുന്നതാണ്. ഈ പറയുന്ന എല്ലാ കൺസെപ്റ്റുകളും നമ്മൾ ഈ 30 ക്വസ്റ്റ്യൻ്റെയും കൺസെപ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ആ ക്ലാസ്സുകളിൽ കൃത്യതയോടുകൂടി നമ്മൾ ക്ലാസ് എടുത്തതാണ്. അപ്പോൾ ഈ 30 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ അനാലിസിസ്. നമ്മൾ എടുത്ത ഈ 4 സബ്ജക്ട്സിൽ 75% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. പ്രോപ്പറായിട്ട് പഠിച്ച ഒരു കുട്ടിക്ക് അറ്റൻഡ് ചെയ്യാം. പിന്നെ ഇതിന്റെ കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്, ക്വസ്റ്റ്യൻ കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് ഫീൽ ചെയ്തെങ്കിലും കുറച്ച് ട്രിക്കി ആയിരുന്നു. ക്വസ്റ്റ്യൻ ട്രിക്കി ആയിരുന്നു. അപ്പൊ എനിത്തിങ് മോർ ദാൻ 60യേക്കാൾ കൂടുതൽ മാർക്സ് ഉള്ളവർ എന്തായാലും ലിസ്റ്റിൽ വരും എന്നുള്ളതാണ് നമ്മുടെ അനാലിസിസ്. 60 മാർക്കിൽ കൂടുതലുള്ള കുട്ടികളെല്ലാം ഉറപ്പായിട്ടും മെയിൻ ലിസ്റ്റിലുണ്ടാവും. PWDക്ക് കുറച്ചും കൂടെ കട്ട് ഓഫ് കയറാനാണ് സാധ്യത. പക്ഷെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിലേക്ക് ഗ്രേറ്റർ ദാൻ 60 മാർക്ക് സഫീഷ്യന്റ് ഇനഫ് ആണ് ഫോർ ഗെറ്റിംഗ് ഇൻ ടു ദി മെയിൻ ലിസ്റ്റ്. ഇനി നമ്മൾ KSEB സബ് എഞ്ചിനീയറിന്റെ ക്ലാസ് നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായ ഒരു അനാലിസിസ് എന്ന് പറഞ്ഞാൽ PSC സ്ട്രിക്റ്റ് ആയിട്ട് അവരുടെ സിലബസ് ഫോളോ ചെയ്താണ് പോകുന്നത്. PSCയുടെ സിലബസ് 3 മാസം മുമ്പ് റിലീസ് ചെയ്യുന്ന അവരുടെ സിലബസ്, എക്സാം സിലബസിനെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പൊ സിലബസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പൊ അതിനുള്ള ക്ലാസ്സുകൾ, കൂടുതൽ മോക്കപ്പ് ടെസ്റ്റുകളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്താണ് KSEB സബ് എഞ്ചിനീയറിന്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി കുറെ ക്ലാസ്സസ് നമ്മൾ കഴിഞ്ഞു. നെറ്റ്വർക്സിന്റെ കുറെ ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി സബ് എഞ്ചിനീയർ ക്ലാസ്സസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ നമ്പറിൽ, താഴെ പറയുന്ന ഈ നമ്പറിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യുക. സ്പെഷ്യൽ ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. സോ ക്ലാസ്സസ് ജോയിൻ ചെയ്യുക. ഈ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന് നമ്മൾ പഠിച്ച കൺട്രോൾ സിസ്റ്റം, സിഗ്നൽസ് ഒഴിച്ച് ബാക്കി ഒരുവിധമുള്ള എല്ലാ സബ്ജക്ട്സും നമ്മുടെ സബ് എഞ്ചിനീയറിനും കാണും. സിഗ്നൽസും അതുപോലെ തന്നെ കൺട്രോൾ സിസ്റ്റവും ആയിരിക്കും അതിൽ ഒഴിവാക്കപ്പെടുന്നത്. ബാക്കി എല്ലാ ക്ലാസ്സസും, നമ്മൾ ഈ എടുത്ത ക്ലാസ്സസിന്റെ വീഡിയോസ് നിങ്ങൾ വീണ്ടും കാണുക, സബ് എഞ്ചിനീയറിനെ പ്രിപ്പയർ ചെയ്യുന്നവർ. അതുപോലെ തന്നെ
ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അസിസ്റ്റന്റ് പ്രൊഫസറിന് ഈ പറയുന്ന എല്ലാ ടോപ്പിക്സും ഉണ്ടാവും. അപ്പൊ അവിടെയും നിങ്ങൾ ഈ പറയുന്ന ക്ലാസ്സുകൾ കാണുക. സ്ട്രിക്റ്റ് ആയിട്ട് PSCയുടെ സിലബസ് ഫോളോ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം PSCയുടെ ട്രെൻഡ് ഇപ്പൊ അങ്ങനെയാണ്. കറക്റ്റ് മാർക്ക് ഡിവിഷനോട് കൂടി അവരുടെ സിലബസ് ഫോളോ ചെയ്താണ് അവർ ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പം കൃത്യമായിട്ട് നമ്മൾ സിലബസ് ഫോളോ ചെയ്ത് പോയാൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല സ്കോർ കിട്ടും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ അനാലിസിസ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പം അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന് >60 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൻ ലിസ്റ്റിൽ ഉറപ്പായിട്ടും സ്ഥാനം കിട്ടും. ഓക്കെ, താങ്ക് യു.